ജി സുധാകരന്റെ വക ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കേസെടുത്താലും കുഴപ്പമില്ലെന്ന ജി സുധാകരൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ഈ സംഭവത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് 36 വർഷം മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റി സുധാകരൻ വെളിപ്പെടുത്തിയത്. സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: CPMന്റെ സർവീസ് സംഘടനയായ KSTA നേതാവായിരുന്ന KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു ഞാൻ. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട്. അന്ന് CPM സർവീസ് സംഘടനകളിലെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിന് എതിരായിരുന്നു. 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചാണ് സുധാകരന്റെ പരാമർശം. വക്കം പുരുഷോത്തമനെതിരെയാണ് അന്ന് ദേവദാസ് മത്സരിച്ചത്. 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കം ഒന്ന് വിജയിച്ചത്. MLA പദവിയിൽ വല്ലാതെ അഭിരമിക്കുന്നു, അഹങ്കാരം പാടില്ല. ജനീഷ് കുമാറിനെതിരെ ജി സുധാകരൻ. വനംവകുപ്പ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ജനീഷ് കുമാർ MLAയെ വിമർശിച്ച CPM നേതാവ് ജി സുധാകരൻ. ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനം അഹങ്കാരം പ്രതീക്ഷിക്കുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു. ഒരു MLA സർക്കാർ ഓഫീസിൽ കയറി കാണിച്ചത് കണ്ടില്ലേ? നക്സൽ വരുമെന്നാണ് ഭീഷണി. നക്സലിസം നമ്മൾ അംഗീകരിക്കുന്നതാണോ? MLA എന്ന പദവിയിൽ വല്ലാതെ അഭിരമിക്കുന്നു അയാൾ. ഇത് പ്രമാണിമാരുടെ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരമല്ല. ആ MLA പഠിച്ചത് നമ്മുടെ പുസ്തകമല്ല, എന്നാൽ നിൽക്കുന്നത് നമ്മുടെ കൂടെയെന്ന് സുധാകരൻ പറഞ്ഞു. ശനിയാഴ്ച കുളത്തുമണ്ണിൽ സ്വകാര്യ തോട്ടത്തിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്നാണ് MLA വനം വകുപ്പിന്റെ പാടം ഓഫീസിലെത്തിയത്. നിയമപരമല്ലാതെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് ആക്ഷേപിച്ചാണ് ഓഫീസിലെത്തി MLA ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത്. കത്തിക്കുമെന്നും രണ്ടാമതും ഇവിടെ നക്സലുകൾ വരുമെന്നും മനുഷ്യന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ടെന്നൊക്കെയാണ് ജനീഷ് കുമാർ പറഞ്ഞത്. കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാൽനട ജാഥയിൽ സംഘർഷം. ഏറ്റുമുട്ടി കോൺഗ്രസ് DYFI പ്രവർത്തകർ. കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടന്ന കാൽനട യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. CPM മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ സംഘർഷമുണ്ടായത്. പ്രവർത്തകർ തമ്മിൽ കുപ്പിയും കല്ലും പരസ്പരം എറിഞ്ഞു. കഴിഞ്ഞ ദിവസം അടുവാപ്പുറത്ത് കോൺഗ്രസിന്റെ ഗാന്ധി സ്തൂപം തകർത്തതും പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്നത്. ഇതിനു പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് CPM പ്രവർത്തകർ തടയുകയും അത് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് അടുവാപ്പുറത്ത് നിന്നും മലപ്പട്ടം ടൗണിലെത്തിയപ്പോഴാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. കല്ലും കുപ്പിയുമെല്ലാം പ്രവർത്തകർ പരസ്പരം വലിച്ചെറിഞ്ഞു. പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ്. കാൽനട ജാഥ മലപ്പട്ടത്തെത്തിയപ്പോൾ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്നാൽ ഇത് CPM നിഷേധിച്ചിട്ടുണ്ട്. CPM ഗ്രാമമായ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നതിനാൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട ഇരു വിഭാഗത്തെയും വെന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സംഘർഷം തുടരുകയായിരുന്നു. ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. രാജ്യത്തെ പിന്തുണച്ചു. ശശി തരൂർ MPക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ താക്കീത്. പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണം. രാജ്യത്തെ പിന്തുണച്ച് അഭിപ്രായം പറഞ്ഞ ശശി തരൂർ MPക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ താക്കീത്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണമെന്നും പാർട്ടി തരൂരിനോട് ആവശ്യപ്പെടുന്നു. ശശി തരൂർ പരിധി മറികടന്നെന്നും ബുധനാഴ്ച ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗം വിമർശിച്ചു. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായമാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. തരൂരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തരൂരിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും വാർത്താ സമ്മേളനത്തിൽ ജയറാം രമേശ് വ്യക്തമാക്കി. 1971 ഇന്ദിരാഗാന്ധിയുടേത് ധീര നിലപാടുകളെന്ന് പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വ്യാജ പ്രചാരണത്തിന്റെ മുനയൊടിക്കാൻ തരൂർ രംഗത്ത് വന്നു. ഇന്ദിരാഗാന്ധിയുടെയും നിലവിലെ നരേന്ദ്രമോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുതെന്ന് തരൂർ പ്രതികരിച്ചിരുന്നു. 1971 സാഹചര്യമല്ല ഇപ്പോഴെന്നും പാകിസ്ഥാന്റെ ആയുധശേഖരം, സാങ്കേതിക വിദ്യ, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഇതെല്ലാം അന്നത്തേതിൽ നിന്നും ഒരുപാട് മാറിക്കഴിഞ്ഞെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷം മോദി മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു.